വൽ ഇഅ്തിബാറു മിൻഹ, ഈ പറയപ്പെട്ട ദലാലത്തുകളുടെ കൂട്ടത്തിൽ നിന്നും പരിഗണിക്കപ്പെടുന്നത് അദ്ദലാലത്തുൽ ലഫ്ളിയ്യത്തുൽ വളഇയ്യത്തു, വളഇയായ ലഫ്ളിയായ ദലാലത്താണ്. അതാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാനും ആളുകൾക്ക് ഫലം ചെയ്യിക്കുന്നതും വളഇയായ ലഫ്ളിയായ ദലാലത്താണ്, മറ്റു തബഈനേക്കാളും അഖലീനേക്കാളൊക്കെ. ഫഹിയ, ഈ വളഇയായ ലഫ്ളിയായ ദലാലത്ത് ബിഇഅ്തിബാരി ദലാലത്തിൽ ലഫ്ളി, ലഫ്ള് അറിയിക്കുക എന്നതിനെ പരിഗണിക്കൽ കൊണ്ട്, ലഫ്ള് അറിയിക്കലിനെ പരിഗണിക്കൽ കൊണ്ട് അലാ തമാമിമ, ഒന്നിൻ്റെ പൂർണ്ണതയുടെ മേൽ, വുളിഅ, ആ ലഫ്ളിനെ വെക്കപ്പെട്ടു, ലഹു, ആ ഒന്നിനു വേണ്ടി. ഒരു ലഫ്ള് അതെന്തിനേക്കാണോ വെക്കപ്പെട്ടത്, ഏതൊരു മാനാക്കാണോ വെക്കപ്പെട്ടത്, അതിൻ്റെ പൂർണ്ണതയുടെ മേലിൽ അറിയിക്കുന്നുണ്ടെങ്കിൽ മുത്താബഖത്തുൻ, മുത്താബഖ എന്ന് പറയും. മുത്താബഖ എന്ന് പറഞ്ഞാൽ യോജിക്കുക എന്നുള്ള അർത്ഥം. മാനയുടെ മേലിൽ ലഫ്ള് യോജിക്കുക, അതിനുവേണ്ടിയാണ് മുത്താബഖ എന്ന് പേര് വെച്ചത്. കദലാലത്തി ലഫ്ളിൽ ഇൻസാനി, ഇൻസാനി എന്ന ലഫ്ള് അറിയിക്കും പോലെ, അലൽ ഹയവാനിൻ നാത്തിഖി, ഹയവാൻ നാത്തിഖിൻ്റെ മേലിൽ അറിയിക്കും പോലെ. ഇൻസാൻ എന്തിനേക്കാണ് വെക്കപ്പെട്ടത്, ഹയവാൻ നാത്തിഖ് എന്നതിനേക്കാണ് വെക്കപ്പെട്ടത്. അപ്പോൾ മാവുളിയ, അതിൻ്റെ തമാമിൻ്റെ മേലിൽ അറിയിച്ചു ആ ലഫ്ള്, അപ്പോൾ മുത്താബഖ എന്ന് പറയും. വഅല ജുസ്ഇഹി, ആ മാവുളിഅൻ്റെ ജുസ്ഇൻ്റെ മേലിൽ ലഫ്ള് അറിയിക്കലിനെ പരിഗണിക്കൽ കൊണ്ട് തളമ്മുനുൻ, തളമ്മുനാണ്. അപ്പോൾ ഒരു ലഫ്ള്, ആ ലഫ്ള് എന്തിനേക്കാണോ വെക്കപ്പെട്ടത് അതിൻ്റെ ബഅദിൻ്റെ മേലെ അറിയിക്കുക. നമ്മൾ ബിരിയാണി എന്നെല്ലാം പറയും, ബിരിയാണി അതിൻ്റെ റൈസും പീസും ഒക്കെ കൂടിയ മൊത്തത്തിലുള്ളതിനേക്കാണല്ലോ ബിരിയാണി എന്ന് പറയാം. ഒരാൾ റൈസിനൊക്കെ മാത്രം ബിരിയാണി എന്ന് പറഞ്ഞാലോ, അപ്പോൾ ജുസ്ഇൻ്റെ മേലിൽ അറിയിക്കലായി, അപ്പോൾ അതെനിക്ക് എന്ത് പറയും, തളമ്മുൻ എന്ന് പറയും. ഫത്തുൽ മൊയ്ന് അല്പം ഓതിയാൽ ഞാൻ ഫത്തുൽ മൊയ്ൻ ഓതി എന്ന് പറയും. അപ്പോൾ എന്തായി, ഫത്തുൽ മൊയ്ന് എന്നത് എന്തിനേക്കാണ് വെക്കപ്പെട്ടത്, ആ ബഅദിനേക്കല്ലല്ലോ. അവന് ഫത്തുൽ മൊയ്ൻ ഓതി എന്നതുകൊണ്ട് ഉദ്ദേശിച്ച ബഅദാണ്. അപ്പോൾ അതിനെന്ത് പറയും, തളമ്മുന് എന്ന് പറയും. കദലാലത്തിഹി, ഇൻസാൻ എന്ന ലഫ്ള് അറിയിക്കും പോലെ, അലൽ ഹയവാനി, ഹയവാനിൻ്റെ മേൽ അറിയിക്കും പോലെ, ഫഖത്ത്, ഹയവാനിൻ്റെ മേൽ മാത്രം അറിയിക്കുക. ഇൻസാൻ എന്ന ഹയവാനിൻ്റെ മേലല്ലല്ലോ വെക്കപ്പെട്ടത്. അപ്പോൾ ഹയവാനിൻ്റെ മേൽ മാത്രം അറിയിച്ചാൽ തളമ്മുൻ എന്ന് പറയും. അവൻ നാത്തിഖ് വഹദഹു, നാത്തിഖിൻ്റെ മേൽ മാത്രം അറിയിച്ചാൽ അതിനൊക്കെ എന്ത് പറയും, തളമ്മുൻ എന്ന് പറയും. വഅല ലാസിമിഹി, ആ മാവുളിഅൻ്റെ ലാസിമിൻ്റെ മേലിൽ ലഫ്ള് അറിയിക്കലിനെ പരിഗണിക്കൽ കൊണ്ട് അൽ ഖാരിജാൻഹു, ആ മാവുളിഅയും വിട്ട് പുറപ്പെട്ടതും, ആ മാവുളിഅൻ്റെ ലാസിമും അങ്ങനത്തതിൻ്റെ മേലിൽ ലഫ്ള് അറിയിക്കലിനെ പരിഗണിക്കൽ കൊണ്ട് ഇൽത്തിസാമുൻ, അത് ഇൽത്തിസാമാണ്. ആ വളഇയ ലഫ്ളിയ ദലാലത്ത് ഇൽത്തിസാമാണ്. ലാസിം പറഞ്ഞാൽ അതിനോട് വിട്ടുപിരിയാതെ വരിക, ആ വസ്തു ഉണ്ടാകണമെങ്കിൽ അത് ആവശ്യമില്ല. ആ വസ്തു ഏതൊരു മാനക്കാണോ വെക്കപ്പെട്ടത് അതിൽ നിന്നും പുറത്തു പോയതും, എന്നാലോ അതിനോട് വിട്ടുപിരിയാതെ കൂടെ വരുന്നതും ലാസിമായിട്ട് വരിക. ഇൻസാൻ എന്നത് ഹയവാനുൻ നാത്തിഖല്ലേ, പക്ഷേ എഴുതുക, കിതാബത്ത്, അവൻ കാത്തിബാവുക എന്നത് മനുഷ്യനോട് വിട്ടുപിരിയാതെ വരുന്ന ഒരു ഗുണമാണ്. ഖാരിജാൻഹു ആണ്, ലാസിമുമാണ്. അങ്ങനത്തതിനേക്കാണ് അറിയിച്ചതെങ്കിൽ ആ ദലാലത്ത്, വളഇയ ദലാലത്ത് എങ്കിൽ ഇൽത്തിസാമ് എന്ന് പറയും. കദലാലത്തിഹി, ഇൻസാൻ എന്ന ലഫ്ള് അറിയിക്കും പോലെ, അലൽ കിതാബത്തി, എഴുത്തിൻ്റെ മേലെ അറിയിക്കും പോലെ. ഫദ്ദാലു ബിൽ മുത്താബഖത്തി, മുത്താബഖ കൊണ്ട് അറിയിക്കുന്ന ലഫ്ള് അഥവാ മുത്താബഖയായ ലഫ്ള് ഏതും എടുക്കാം. ഇപ്പോൾ മുത്താബഖനെ നമ്മൾ ഓഹരിയാക്കാൻ പോവാണ്. മുത്താബഖയായ ലഫ്ള് ഇങ്ങനെയായാൽ ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറയാൻ പോവാണ്. ഇൻ ഖുസിദത്ത്, ഉദ്ദേശിക്കപ്പെട്ടാൽ, ബിജുസ്ഇഹി, ആ മുത്താബഖ കൊണ്ടറിയിക്കുന്ന ലഫ്ള് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാൽ,
ദലാലത്തുൻ അലാ ജുസ്ഇ മഅനാഹു, ആ ലഫ്ലിൻ്റെ മഅനയുടെ ജുസ്ഇൻ്റെ മേലിൽ അറിയിക്കലിനെ ഉദ്ദേശിക്കപ്പെട്ടാൽ കറാമിൽ ഹിജാറ, റാമിൽ ഹിജാറ എന്നതുപോലെ. അപ്പം റാമി ഹിജാറ എന്നത് ലഫ്ലിൻ്റെ ഓരോരോ ജുസ്ഉകളാണ്. മഅനൻ്റെ ജുസ് എന്താ? കല്ലിനെ എറിയുന്നവൻ, എറിയുന്നവൻ ഒരു ജുസ്, കല്ല് എന്ന മറ്റു ജുസ്. റാമി എറിയുന്നവൻ, ഹിജാറ കല്ലിനെ എറിയുന്നവൻ. അപ്പോൾ എന്തായി? മഅനയുടെ ജുസ്, ലഫ്ലിൻ്റെ ജുസ്, ആ ലഫ്ലിൻ്റെ മഅനയുടെ ജുസിൻ്റെ മേൽ അറിയിക്കലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്ത് പറയും? മുറക്കബുൻ, ഇത് മുറക്കബാണ്. നേരെ മറിച്ച് അബ്ദുള്ള എന്നൊക്കെ പറയുമ്പം അബ്ദ് ഒരു ജുസ്, അള്ളാഹ് മറ്റൊരു ജുസ്. അതുകൊണ്ട് അബ്ദ് അടിമ എന്നും അള്ളാഹ് എന്നും ഉദ്ദേശമില്ല. അബ്ദുള്ള എന്ന ഒരാൾക്ക് പേര് വെച്ചാൽ പിന്നെ അതുകൊണ്ട് ഉദ്ദേശം എന്താ? അയാളെയാണ് ഉദ്ദേശം, അല്ലാതെ അബ്ദിനെ അള്ളാഹിനും അല്ല ഉദ്ദേശം. അപ്പം എന്ത് പറയില്ല? മുറക്കബ് എന്ന് പറയില്ല. വഹുവ, ഈ മുറക്കബാകുന്നത് താമുൻ, താമാണ്. അതിന് മുറക്കബ് രണ്ടോ ഹരിയ, താമ് നാഖിസ് പറഞ്ഞിട്ട്. ഈ മുറക്കബ് താമാണ്. അപ്പോൾ ഇൻ സ്വഹബിഹി, ആ മുറക്കബ് കൊണ്ട് സാധ്യമായാൽ, നന്നായാൽ, അത്തഖാതുബു അഭിസംബോധനം നന്നായാൽ, അഭിസംബോധനം ചെയ്യാൻ പറ്റിയാൽ. ഖുലാമു സെയ്ദിൻ എന്ന് പറയുമ്പോൾ നമുക്കെന്ത് കിട്ടും? സെയ്ദിൻ്റെ കുട്ടി. സെയ്ദിൻ്റെ കുട്ടി എന്താ? അവിടെ ഒരു മഅന കിട്ടുന്നില്ല, ഒരു ഫായിദ ലഭിക്കുന്നില്ല. റാമിൽ ഹിജാറ, കല്ലിനെറിയുന്നവൻ, കല്ലിനെറിയുന്നവൻ എന്താ? അവിടെ നിന്ന് കിട്ടുന്നില്ല. നേരെ മറിച്ച് ലറബ സെയ്ദുൻ എന്ന് പറയുമ്പോൾ സെയ്ദ് അടിച്ചു. അപ്പോൾ സെയ്ദ് അടിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ ലറബ സെയ്ദുൻ എന്നത് എന്താണ്? താമാണ്. തഹാത്തുബിനിക്ക് നമ്മൾ അങ്ങനെ തഹാത്തുബ് അഭിസംബോധനം ചെയ്യലിനക്ക് നന്നാകുന്നതാണ് ഈ ലറബ സെയ്ദുൻ പോലാത്തത്. അതിനാണ് താമ് എന്ന് പറയാം. മുറക്കബിൽ നിന്നും താമ്. ഇല്ല, അങ്ങനെ തഹാത്തുബിനിക്ക് നന്നായിട്ടില്ലെങ്കിൽ ഫനാഖിസുൻ, നാഖിസാണ്, നാഖിസായ മുറക്കബ്. അമ്മ താമു, അപ്പോൾ താമാകുന്നത് ഇൻകാന, ആ താമായാൽ, മുഹ്തമിലൻ സാധ്യമാകുന്നതായാൽ, ലിസുദ്ഖി വൽ കദിബി, സുദ്ഖിനിക്കും കദിബിനിക്കും സാധ്യമാകുന്നതായാൽ, ഫഖബറുൻ വ ഖളിയത്തുൻ, ഖബർ ഖളിയ എന്നൊക്കെ അതിനൊക്കെ പറയും. ഇല്ലം യഹ്തമിൽ, സുദ്ഖിനിക്കും കദിബിനിക്കും സാധ്യമായിട്ടില്ല എങ്കിൽ ഇൻഷാഉൻ, ഇൻഷാ ആണ്. വഹുവ ഇൻഷാ, ഇൻകാന, ആ ഇൻഷാ ആയാൽ, മുഫീദൻ ഫലം വരുത്തുന്നതായാൽ, ലി ത്വലബിൽ ഫിഅലി, ഫിഅലിനെ തേടലിനെ ഫലം വരുത്തുന്നതായാൽ, അംറുൻ, അംറാണ്. ഈ അടിക്ക് എന്ന് പറയുമ്പോൾ അടി എന്ന പ്രവൃത്തിയെ അവനിൽ നിന്നും നമ്മൾ തേടുകയാണ്. അപ്പോൾ അതിനെന്ത് പറയും? അംറുൻ, അംറ് എന്ന് പറയും. വലി തർക്കി, തർക്കിനെ ഫലം വരുത്തുന്നതായാൽ, ഉപേക്ഷിക്കലിനെ ഫലം വരുത്തുന്നതായാൽ, നഹിയുൻ, നഹിയാണ്. വലിൽ ഫഹ്മി, ഒരു കാര്യത്തെ മനസ്സിലാക്കലിനെ ഫലം വരുത്തുന്നതായാൽ, അവിടെ സെയ്ദുണ്ടോ, അപ്പോൾ സെയ്ദ് അവിടെ ഉണ്ടോ എന്ന് നമ്മൾ അറിയലിനെ ഫലം വരുത്തുന്നതായാൽ, ഒരു കാര്യത്തെ മനസ്സിലാക്കലിനെ ഫലം വരുത്തുന്നതായാൽ ഫസ്തിഫഹാമുൻ, ഇസ്തിഫഹാമാണ്. ഇല്ല, ഇങ്ങനെയൊന്നും ഫലം വരുത്തിയിട്ടില്ല എങ്കിൽ ഫതമന്നിൻ, തമന്നിയാണ്. തറജ്ജിൻ, തറജ്ജിയാണ്. തഅജ്ജുബുൻ, തഅജ്ജുബാണ്. നിദാഉൻ, നിദാഉമാണ്. ഇതൊക്കെയാണ് ഇൻഷാ. ഇൻഷാഇനെ വിവരിച്ചതാണ്. ഏതൊക്കെയാണ് ഇൻഷാഉകൾ? സിദ്ഖിനും കദിബിനിക്കും സാധ്യമാകാത്തത്. അമ്മൻ നാഖിസു, അപ്പോൾ നാഖിസ് ആകുന്നത്, നാഖിസ് പറഞ്ഞാൽ എന്താ? തഖാത്തുബിനിക്ക് സാധ്യമാവാത്തത്. ഫഹുവ, നാഖിസ് എന്നത് തഖയീദിയുൻ, ഖൈദ് പറയപ്പെട്ടതാണ്. എപ്പോഴാണ് ഖൈദ് പറയപ്പെട്ടതാവുക? ഇൻകാനൽ ജുസ്ഉ സാനി, രണ്ടാമത്തെ ജുസ് ആയാൽ, ഖൈദൻ ഉപാധിയായാൽ, ലിൽ അവലി, ആദ്യത്തതിനക്ക് ഉപാധിയായാൽ, ബിവസ്ഫിൻ, വസ്ഫ് കൊണ്ട് ഉപാധിയായാൽ. ഇപ്പം രണ്ടാമത്തത് ആദ്യത്തതിനക്ക് എന്താണ്? ഖൈദാണ്, ബിവസ്ഫിൻ, വസ്ഫ് കൊണ്ട്. നഹ്വു ഹയവാനുൻ നാത്തിഖുൻ, നാത്തിഖായ ഹയവാൻ, ഹയവാന് എങ്ങനത്തെ ഹയവാന്? നാത്തിഖായ ഹയവാൻ. അപ്പോൾ ഹയവാനാണല്ലോ അവല്, ആ അവലിനക്ക് നാത്തിഖ് എന്ന സാനി, നാത്തിഖ് കൊണ്ട്, വസ്ഫാകുന്ന നാത്തിഖ് കൊണ്ട് ഖൈദ് പറഞ്ഞു. ഔ ഇളാഫത്തിൻ, അല്ലെങ്കിൽ ഇളാഫത്ത് കൊണ്ട് അവലിനക്ക് സാനി ഖൈദായാൽ അതിനക്ക് തഖീദിയു എന്ന് പറയും.
ഇളാഫത്ത് കൊണ്ട് അങ്ങനെ മിസ്ലു ഗുലാമു സൈദിൻ പോലെ സൈദിൻ്റെ കുട്ടി ഗുലാമ് കുട്ടി അവല്. എനിക്ക് സാനി ഏതാ സെയ്ദ്, ആ സെയ്ദ് ഖൈദാണ്, സെയ്ദിൻ്റെ കുട്ടി. അപ്പോൾ ഗുലാമിനിക്ക് സെയ്ദ് എന്ന ഖൈദിനെ കൊടുത്തു. എന്തുകൊണ്ട്? ഇളാഫത്ത് കൊണ്ടുള്ള ഖൈദ്, ആദ്യം പറഞ്ഞ സിഫത്ത് കൊണ്ടുള്ള. അങ്ങനൊക്കെ ഖൈദായാൽ തഖയീദിയായിരിക്കും നാഖിസ്. ഗൈറു തഖയീദിയുമാണ്. എപ്പോഴാണ് ഗൈറു തഖയീദിയാവുക? ഇല്ലം യകുൻ നാഖിസായിട്ടില്ലെങ്കിൽ, കദാലിക അപ്രകാരമായിട്ടില്ലെങ്കിൽ, അപ്രകാരം ഈ പറഞ്ഞതുപോലെ ഖൈദാക്കപ്പെട്ടതായിട്ടില്ല, വസ്ഫ് കൊണ്ടോ ഇളാഫത്ത് കൊണ്ടോ ഒന്നും ഖൈദാക്കപ്പെട്ടതായിട്ടില്ല എങ്കിൽ അത് ഗൈറു തഖയീദിയാണ്. നഹ്വു ഫിദ്ദാരി പോലെ. ഇവിടെ ഫി എന്ന ജാറ് എന്താണ്? അവലും അദ്ദാർ എന്ന മജ്റൂർ സാനിയും, രണ്ട് ജുസ് ഉണ്ടല്ലോ. പക്ഷേ സാനി അവലിനക്ക് ഖൈദാണോ? അല്ല, ഇതൊക്കെ നാഖിസാണ്. നാഖിസിനല്ലേ തഖയീദി ഗൈറു തഖയീദിയായിട്ട് തിരിച്ചത്. ഇതൊന്നും തഖാത്തുബിനക്ക് സാധ്യമാകുന്നത് അല്ല. ഖംസത അശറ പോലെ ഇതും എന്തല്ല? സാനി അവലിനക്ക് ഖൈദല്ല, ഇത് ഗൈറു തഖയീദിയാണ്. ഇല്ലം തുസ്ഖദ്, ഇനി ആ മുതാബഖയെ അറിയിക്കുന്ന ലഫ്ളിൻ്റെ ജുസ് കൊണ്ട് ആ ലഫ്ളിൻ്റെ മാനയുടെ ജുസ്ഇൻ്റെ മേലിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ മുഫ്രദാണ്. അതിനക്ക് മുഫ്രദ് പറയും. ആദ്യം പറഞ്ഞില്ല മുറക്കബ്, അതിൻ്റെ മാറ്റം മുഫ്രദ്. വൽ മുഫ്രദ് ഇല്ലം യസ്തഖില്ല, അത് തനിച്ചിട്ടില്ലെങ്കിൽ, ബിൽ മഫ്ഹൂമിയത്തി മനസ്സിലാക്കൽ കൊണ്ട് തനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കൽ ഒറ്റക്ക് സാധ്യമല്ല, ഒപ്പാരെങ്കിലുമാണ്, എന്നാലേ മനസ്സിലാവുള്ളൂ. അഥവാ നമ്മൾ ഹർഫ് എന്ന് പറയുന്നത് ഫഹുവൽ അദാത്തു, അത് അദാത്താണ്. മന്ദിക്കങ്ങളെടുക്കൽ അദാത്ത് എന്നാണ് പറയാം. വഇനിസ്തഖല്ല, ഇനി ആ എന്തായി? മുഫ്രദ് തനിച്ചു, മനസ്സിലാക്കൽ കൊണ്ട് തനിച്ചു പറഞ്ഞാൽ ഒറ്റക്ക് തന്നെ മനസ്സിലാകും, ഒപ്പം ആരുമില്ല തന്നെ മനസ്സിലാവും. ഫഇൻ കാന, ആ മുഫ്രദ് ആകുകയും ചെയ്താൽ, ഫഅതിഫ് ദാലൻ അറിയിക്കുന്നതാകുകയും ചെയ്താൽ, ബിസ്വീഖത്തിഹി ആ മുഫ്രദിൻ്റെ ലഫ്ള് കൊണ്ട് തന്നെ അറിയിക്കുന്നതായാൽ, അലാ സമാനിൻ മുഅയ്യിനിൻ നിർണിതമായ കാലത്തിൻ്റെ മേലിൽ, മിനൽ അസ്മിനത്തി സലാസത്തി 3 കാലങ്ങളുടെ കൂട്ടത്തിൽ നിന്നുമുള്ള നിർണിതമായ കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നതുമായാൽ, അതിൻ്റെ ലഫ്ള് കൊണ്ട് തന്നെ അറിയിക്കുന്നതുമായാൽ, ഫഹുവൽ കലിമത്തു, അത് കലിമത്താണ്. അഥവാ നമ്മൾ ഫിഅൽ എന്ന് പറയും പോലെ. ഇല്ല, അങ്ങനെ 3 കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നില്ലെങ്കിലോ, ഫഹുവ ആ മുഫ്രദ് അൽ ഇസ്മാണ്. വൽ അവ്വലു ആദ്യത്തത്, അതേതാ? അദാത്ത് അഥവാ ഹർഫ്, ലൈസ സ്വാലിഹൻ അത് നന്നാകുന്നതല്ല, ലികൗനിഹി ആ അവ്വലാകലിനിക്ക് അഥവാ ആദാത്താകലിനിക്ക് നന്നാകുന്നതല്ല, മഹ്കുമൻ അലൈഹി വബിഹി മഹ്കുമുൻ അലൈഹിയും മഹ്കുമുൻ ബിഹി ആകലിനിക്കും നന്നാവില്ല. അഥവാ ഹർഫ് മുബ്തദ ഖബറൊന്നും ആവാൻ പറ്റൂല. അദാത്ത് മഹ്കുമുൻ അലൈഹിയോ മഹ്കും ബിഹി ആവാൻ പറ്റൂല. വസാനി രണ്ടാമത്തത്, അഥവാ കലിമത്ത്, സ്വാലിഹുൻ നന്നാകുന്നതാണ്, ലിസാനി രണ്ടാമത്തതിനക്ക്, അതേതാ? മഹ്കുമുൻ ബിഹിക്ക് എന്ത് നന്നാവും? കലിമത്ത് നന്നാവും. അഥവാ ഫിഅൽ ഖബറായി വരാൻ പറ്റും, മുബ്തദ വരാൻ പറ്റൂല. ലിസാനി ഫഖത്ത് മഹ്കുമുൻ ബിഹി മാത്രമാവാൻ പറ്റുള്ളൂ, അഥവാ ഖബറാവാനേ പറ്റുള്ളൂ ഫിഅൽ കലിമത്ത്. വസാലിസു മൂന്നാമത്തത്, അഥവാ ഇസ്മ്, യസ്ലഹു അത് നന്നാകും, ലികുല്ലി മിൻഹുമ മഹ്കുമുൻ അലൈഹി മഹ്കും ബിഹിയിൽ നിന്നുമുള്ള എല്ലാത്തിനും നന്നാകുന്നതാണ്. ഖബറും മുബ്തദക്കാവാൻ പറ്റും ഇസ്മ്.